بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب عباد الله أوصيكم وإياي بتقوى الله. സഹോദരന്മാരെ സഹോദരിമാരെ കുട്ടികളെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കേൾക്കലും ചോദിക്കലും പറച്ചിലും ഒക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കുറെ ആളുകൾ പല ആവശ്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് അവർ ദുആ ചെയ്യാൻ പറഞ്ഞത്, അതൊക്കെ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അതോടുകൂടി ഒരു കാര്യം പറയാനുള്ളത്, കുറച്ചു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്തിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട റാഫി ബാഖബിയുടെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി. റാഫി ബാഖബി എന്ന് പറഞ്ഞാല് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ സേവനം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ധാരാളം ലഭിച്ചിട്ടുണ്ട്. ഇടക്കൊക്കെ അദ്ദേഹം ഒന്നുമില്ലെങ്കിലും അദ്ദേഹം വെറുതെ ഇങ്ങനെ പിന്നെ അന്നാകെ 10, 15, 20 ഐഡിയ ഉണ്ടാകുക. മൂപ്പർ കൊഴിവുണ്ടാക്കും, മൂപ്പർ ഇങ്ങനെ വാഴ പറയും, അത് ആളുകൾ കേൾക്കുക, പിന്നെ ഹദ്ദാദ് ചെല്ലുക, പിന്നെ റൂം ക്ലോസ് ചെയ്യുക, രാവിലെ സുബഹിന്റെ ശേഷം തുറക്കുക, പിന്നെ റിക്കാർഡ് പ്ലേ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ അന്നുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഏതായാലും ശരി, അദ്ദേഹം അന്ന് അദ്ദേഹം ഗൾഫ് ഇവിടെ അബുദാബിയിലൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ അദ്ദേഹം നമ്മുടെ റൂമിന് വേണ്ടി വളരെയധികം പിന്നെ സേവനം ചെയ്തൊരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ഇവിടുന്ന് പോയി, ഒമാനിൽ പോയി. പിന്നെ വേറെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അങ്ങനെ റേഡിയോയിൽ കൂടെയൊക്കെ കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ എപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് പിന്നെ ഭാര്യ ഗർഭിണിയായി 7 മാസം ആയപ്പോഴേക്കും ഡോക്ടർമാർ പരിശോധിച്ചുമ്പോൾ ആ കുട്ടിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. തലച്ചോറിന് പ്രശ്നമുണ്ട്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പാടെ അതാണ് വളരെ വിഷമകരമായ ഒരു അവസ്ഥയുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. നമ്മള് സാധാരണ ദുആ മാത്രമല്ല, നമ്മൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ പേര് ഫാത്തിഹ ഓതി തന്നെ ഇവിടെ ദുആ ചെയ്തു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ പോയി. കുറച്ച് അപകടകരമായ ഒരു അവസ്ഥ നടന്നപ്പോൾ അദ്ദേഹം നാട്ടിൽ പോയിട്ട് ഇപ്പൊ ഇന്നലെ അദ്ദേഹം വിളിച്ചിരുന്നു. ഇന്നലെ തന്നെ അല്ലേ? അതെ, ഇന്നലെ തന്നെ എന്റെ ഓർമ്മ. അതെ, ഇന്നലെ തന്നെ, ഇന്നലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ 7 മാസം പൂർത്തിയായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ നിലല്ല, അതിന്റെ മുമ്പത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഭാര്യ പ്രസവിച്ചു. ഒരു ആൺകുട്ടിയാണ്. ഭാര്യ പ്രസവിച്ചു. ഓപ്പറേഷൻ ചെയ്യാത്ത സുഖപ്രസവം തന്നെ, വെറുതെ തന്നെ പ്രസവിച്ചു. ആസ്പത്രിയിൽ നിന്ന് പ്രസവിച്ചു. പക്ഷെ കുട്ടിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാല് വളരെ 7 മാസമല്ലേ ആയിട്ടുള്ളൂ. 7 മാസമായ കുട്ടിയുടെ സ്ഥിതി ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസം ജീവിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞു ഡോക്ടർമാര്. 2 ദിവസം ജീവിക്കാൻ സാധ്യതയുണ്ട് കുട്ടി. പക്ഷെ ഇന്നേക്ക് 9 ദിവസമായിട്ടുണ്ട്. കുട്ടിക്ക് ഇതുവരെയും പ്രശ്നമൊന്നുമില്ല. അപ്പൊ റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ദുആ ചെയ്ത് തന്നെ ആ കുട്ടി ജീവിക്കൽ ഖൈറാനി അല്ലാഹു തആല നല്ല രീതിയിൽ പ്രസവിപ്പിക്കുകയും സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി യാതൊരു അംഗവൈകല്യവും മറ്റൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിപ്പിക്കട്ടെ. മരിക്കലാണ് ഖൈർ എങ്കിൽ ആ കുട്ടിനെ വേഗം മരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് നമ്മളന്ന് ദുആ ചെയ്തല്ലേ. അതങ്ങനെ നമ്മൾ അന്ന് ദുആ ചെയ്ത്. അത് തന്നെ നമുക്ക് ഇനിയും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ ജീവിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണ സിഹത്തോടു കൂടി നല്ല ബുദ്ധി, ശരീരത്തിന് നല്ല ആരോഗ്യം, നല്ല പൂർണ്ണത, അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ത്വാഅത്തിലായി ജീവിപ്പിക്കുകയും മുസ്ലിം ഉമ്മത്തിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ ആ കുട്ടിയെ കൊണ്ട് ഉപകാരം നൽകുകയും ചെയ്യട്ടെ. അതല്ല ആ കുട്ടി ഈ രീതിയിലൊന്നല്ല എങ്കിൽ അല്ലാഹു നല്ല രീതിയിൽ തന്നെ കുട്ടിയെ മരിപ്പിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇതുവരേക്കും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിന്നലെ എന്നാലും ശരി, 1-2 ദിവസം കാണാൻ പറ്റിയല്ലോ. 1-2 ദിവസം തള്ളക്കൊക്കെ കുട്ടിനൊന്നും കാണാൻ പറ്റില്ല. അവള് പ്രസവിച്ച കുട്ടിനെ കാണാനുള്ള ബുദ്ധി ഉണ്ടാവില്ലല്ലേ. 1-2 ദിവസം കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ കുട്ടി ഐസിയുലാണ്. പിന്നെ അതിനെന്തോ തലക്കൊന്നും പൂർണ്ണമായ വളർച്ച വന്നിട്ടില്ല. അതിന്റെയൊക്കെ ശ്രമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹു തആലന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യവും അവയവങ്ങൾക്കും ബുദ്ധിക്കൊക്കെ ഉള്ള പൂർണ്ണ വളർച്ചയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബ ജാഹു ബർക്കത്ത് കൊണ്ട് അല്ലാഹു പൂർണ്ണ വളർച്ച ബുദ്ധിക്കും ശരീരത്തിനും അവയവങ്ങൾക്കൊക്കെ അല്ലാഹു പൂർണ്ണ വളർച്ച പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു പൂർണ്ണ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട്
അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ആ കുട്ടിയെ അള്ളാഹു വളർത്തുകയും ആ കുട്ടിക്ക് അള്ളാഹു അവന്റെ ദീർഘായുസ് പ്രദാനം ചെയ്യുകയും ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു തആല ഈ ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന്, അള്ളാഹുവിന്റെ ദീനിന്, കുടുംബത്തിനൊക്കെ അള്ളാഹു ഉപകാരം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യയുടെ കാൽപ്പടം മുറിഞ്ഞു പോയി, ഡോക്ടറെ കാണിച്ചു, നീര് കുറയുന്നില്ല, ഉസ്താദ് ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടപ്പെട്ട ആളെ പേര് നമ്മളോട് വെളിപ്പെടുത്തുന്നില്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, എപ്പോഴും മൈക്ക് കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യക്കാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പൂർണ്ണ ശിഫ, സിഹത്ത്, ആഫിയത്തൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, അവ്വാബി നിസ്കാരത്തെ കുറിച്ച് ഒരു ചെറു വിവരണം നൽകാമോ? ദീനിൽ ഇതിന് തെളിവില്ല എന്ന് ഒരു മുജാഹിദ് സുഹൃത്ത് വാദിച്ചിരുന്നു. PM-ലും ഫിഖ് ക്ലാസിലും പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ളുഹാ നിസ്കാരമാണ് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞാൽ ളുഹയാണ്. അതല്ല, അവ്വാബി നിസ്കാരം ളുഹ അല്ലാതെ വേറെ നിസ്കാരം തന്നെയാണ്. അതിന്റെ സമയം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലാണ്. അത് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് പുറമെ 2 റക്അത്തും കൂടി നിസ്കരിച്ചാൽ അവ്വാബി നിസ്കാരത്തിൽ നിന്നുള്ള ഏറ്റവും ചുരുങ്ങിയ രൂപമായി. എന്നാൽ അതിന്റെ പൂർണ്ണ രൂപം 20 റക്അത്ത് നിസ്കരിക്കലാണ്. മഗ്രിബിന്റെ ശേഷം ഉള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ 20 റക്അത്ത് നിസ്കരിക്കുക. അതിന് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. ഇതാണ് ഇപ്പൊ അവ്വാബി നിസ്കാരം. അതാണ് ഇപ്പൊ അതിന്റെ പൂർണ്ണ രൂപം. മുജാഹിദുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഹൈറൊക്കെ തടയുക. അതാണ് മഹാന്മാരായ നമ്മുടെ ഫുഖഹാക്കളൊക്കെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. വിഷയമാണത്. അപ്പോ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ തൗഫീഖ് വേണം അതിനൊക്കെ കേട്ടോ. തൗഫീഖ് വേണം അതിനൊക്കെ, അല്ലേ? മഗ്രിബ് നിസ്കാരത്തിന്റെ ഇശാനി കൂടെ ഇടയിൽ കുറച്ച് സമയമുള്ളൂ. അപ്പൊ മഗ്രിബിന് ശേഷമുള്ള ഔറാദുകളൊക്കെ ചൊല്ലി, മഗ്രിബിന് ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച്, പിന്നെ രാത്രി ചെല്ലാനുള്ള കുറച്ചതൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? രാത്രി ചെല്ലാനുള്ള ചില ഇതൊക്കെ ഉണ്ടാവും. സൂറത്ത് ദുഖാൻ, സൂറത്തുൽ വാഖിഅ, അതുപോലെ സൂറത്തു മുൽക്ക് പോലെയുള്ള സൂറത്തുകളൊക്കെ ഓതി അങ്ങനെ ഒരു 20 റക്അത്ത് നിസ്കാരം കൊണ്ട് നിസ്കരിക്കുമ്പോഴേക്കും ഇശയായി. അപ്പൊ ഇശാ മഗ്രിബിന്റെ ഇടയിൽ മുഴുവൻ ഇബാദത്ത് കൊണ്ട് ശുഗലാക്കാൻ സാധിച്ചു. ഇശാസ്കാരത്തിന്റെ ഇടയിൽ സലഫു സാലിഹ്യങ്ങളായ മനുഷ്യന്മാരുടെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ വേറെ വർത്താനൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് പല മഹാന്മാരും. അത് അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഇശാസ്കാരം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇശ വരേക്കും അവിടെ തന്നെ ഇരിക്കുക, എന്നിട്ട് ഔറാദുകളെ കൊണ്ടൊക്കെ ജോലിയാവുക, അതുപോലെ തന്നെ സലാത്തുൽ അവ്വാബിനൊക്കെ നിസ്കരിക്കുക. അപ്പോഴേക്കും ഇശ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്താൽ പിന്നെ ഇശാന്റെ മുമ്പുള്ള സുന്നത്തും പിന്നെ ഇശാ നിസ്കാരവും പിന്നെ അതിന് ശേഷമുള്ള സുന്നത്തും പിന്നെ വിത്രൊക്കെ നിസ്കരിച്ച് ഹദ്ദാദൊക്കെ ജില്ലയിൽ പോകാൻ എത്ര റാഹത്തല്ലേ, എത്ര റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പൊ അതാണ് സംഭവം. 20 റക്അത്താണ് അതിന്റെ പൂർണ്ണമായ രൂപം. സൂറത്ത് ഏത് സൂറത്തും ഓതാം. ഇനി സൂറത്ത് ഓതാ ഫാത്തിഹ ഓതി മാത്രം നിസ്കരിച്ചാലും നിസ്കാരം സഹിയാവുമല്ലോ. നമുക്കറിയാലോ, എല്ലാ നിസ്കാരം അങ്ങനെ തന്നെയാണല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വസ്ത്രത്തിലുള്ള ഈ മഗ്രിബിന്റെ ശേഷക്കാരൻ ചില സീരിയകളൊക്കെ വല്ലാത്തൊരു ചൂടിലാണ് ഉള്ളതല്ലേ, വല്ലാത്തൊരു ചൂടാണ് ഇപ്പൊ നാട്ടില്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷം കാണാം. ഞാൻ നമ്മളിപ്പോ നാട്ടിലേക്ക് പോകുമ്പോഴേ, നമ്മുടെ നാട്ടിൽ പോകുമ്പോ നമ്മളുടെ കുടുംബത്തിലും മറ്റൊക്കെ തന്നെ പോകുമല്ലോ. അപ്പൊ കാണാൻ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ടേ ചില തള്ളാര് നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് കൈ ദസിയൊക്കെ ഉണ്ടാവും. ദസിമാരൊക്കെ പിടിച്ച് കാണത്ത് ഇങ്ങനെ വന്നു നോക്കണ്. കാരണം ആ നേരത്തെ ഒരു സീരിയൽ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇന്നലത്തെ ബാക്കി പാപം ആ കുട്ടിക്ക് ഇപ്പൊ എന്താ പറ്റിക്കുന്നുള്ള ബേജാറിലാണേ. ഇന്നലെ നിർത്തിയപ്പോ ആ കുട്ടി എന്തോ ഒരു അപകടത്തിന്റെ വക്കത്തായിരുന്നു. ഇപ്പൊ ഇന്ന് വരെ ആ കുട്ടിക്ക് ഇപ്പൊ എന്താ പറ്റിക്കുന്നുള്ള ബേജാറിലാകുള്ളത്.
അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഏതായാലും ശരി, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആലയുടെ ഭാഗത്തുനിന്ന് പ്രത്യേക തൗഫീഖ് കൊണ്ടല്ലാതെ ഇതൊന്നും സാധിക്കൂല. സംഗതി വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ് അല്ലേ, വളരെ പ്രയാസം ഇല്ലാത്ത വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. മഗ്‌രിബ് നിസ്കാരം കഴിയുക, മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ മഗ്‌രിബിന്റെ മറ്റേ സൂറത്തുൽ ദുഖാനൊക്കെ കണ്ട് ഓതിയാലുണ്ടല്ലോ, സൂറത്തുൽ ദുഖാൻ ഓതിയ സമയം മുതൽ സുബ്ഹി വാങ്ക് കൊടുക്കുന്നത് വരേക്കും 70,000 മലക്കുകൾ ആ ഓതിയ ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന 70,000 ആളുകൾ ആ സൂറത്തുൽ ദുഖാൻ ഓതിയ ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. ഒരു മിനിറ്റ്. അപ്പോ 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തുന്ന സൂറത്തുൽ ദുഖാൻ ഓതിയ സമയം മുതൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരേക്കും. പിന്നെ സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്ന ആൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല, ഖബറിൽ അവന് സുരക്ഷിതത്വം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സൂറത്തുകളൊക്കെയാണ് അതൊക്കെ ഓതുക. പിന്നെ 20 റക്അത്ത് നിസ്കാരം, അവാബി നിസ്കാരം നിസ്കരിക്കുമ്പോഴത്തേന് ഇശയാകും. ഇശാന്റെ മുമ്പുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് കുറച്ച് ഖുർആനൊക്കെ ഓതുമ്പോഴേക്കും പിന്നെ ഇശാ ബാങ്കിന്റെ സമയം, ഇഖാമത്ത് കൊടുക്കാറായില്ലേ. ഇഖാമത്ത് കൊടുക്കൽ ഇനി ഇശാ ജമാഅത്തായി നിസ്കരിച്ച് പിന്നെ അതിന്റെ ശേഷമുള്ള സുന്നത്തും പിന്നെ വിത്റൊക്കെ നിസ്കരിച്ച് ഒരു ഹദ്ദാദും കൂടി ഞാൻ ചൊല്ലിയാൽ റാഹത്തായി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്ത്രീകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. വീട്ടിലൊക്കെ വെച്ചിട്ട് തന്നെ ഈ ആ സമയത്തൊക്കെ ഇബാദത്ത് നല്ല ചെയ്യുക, ഈ അവാബി നിസ്കാരമൊക്കെ നിസ്കരിക്കുക, ഖുർആനൊക്കെ ശരിക്കും ഓതുക, ഉമ്മയും മക്കളൊക്കെ പാടെ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 27 ഇരട്ടി കൂലിയാണല്ലോ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി കൂലിയാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ. അതിന്റെ അർത്ഥം ഒരാള് 5 നേരം നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 5 നേരം നിസ്കാരത്തിന്റെ കൂലി കിട്ടും. അതേസമയത്ത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലോ എത്രയായി? 27 5 × 27 എത്രയായി? 135 അല്ലേ. 135 വഖത്ത് നിസ്കരിച്ച കൂലിയായി അത് ജമാഅത്തായി നിസ്കരിച്ചാൽ. ആ 10 ദിവസം ഒരാള് ഒറ്റക്ക് നിസ്കരിച്ചാൽ 50 വഖത്ത് നിസ്കരിച്ച കൂലി കിട്ടും അല്ലേ. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 50 വഖത്ത്. അത് ആ 10 ദിവസം ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലോ 1350 അല്ലേ. അതല്ലേ 1350 നിസ്കാരം. 50ഉം 1350 തമ്മിൽ വ്യത്യാസം എത്രയാണ് സഹോദരന്മാരെ? അപ്പൊ അതാണ് സ്ത്രീകൾക്കും കിട്ടാതെ. സ്ത്രീകൾക്കും ഈ ഇമാമും ജമാഅത്ത് നിസ്കരിച്ച 27 കൂലി കിട്ടൂലേ. അവിടെ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. ആ 10 ദിവസം ഇമാമും ജമാഅത്തായി നിസ്കരിച്ചാൽ 1350 പ്രതിഫലം. 1350 നിസ്കാരം നിസ്കരിച്ചു. അതേസമയത്ത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ വെറും 50 അല്ലേ. ഒരു മാസം ഇമാമും ജമാഅത്തായി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 150 നിസ്കാരം നിസ്കരിക്കുക അല്ലെ. 150 ഫർദ് നിസ്കാരം 150. അത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലോ 1350, 2700, 4050 നിസ്കാരം നിസ്കരിച്ച കൂലിയായില്ലേ. 150ഉം 4050ഉം തമ്മിൽ വ്യത്യാസം എത്ര? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വസ്ത്രത്തിലുള്ള നജസ് വൃത്തിയാക്കുന്നതിനുള്ള ചുരുങ്ങിയ രൂപം എന്താണ്? വസ്ത്രത്തിലുള്ള നജസ് വൃത്തിയാക്കുന്നതിന് ആ നജസായ ഭാഗത്തിന്റെ മേൽ വെള്ളം ഒഴിക്കുക. നജസായ ആ സ്ഥലം ഉണ്ടല്ലോ, അത് 2 കുടത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ ഇടാൻ പാടില്ല. വസ്ത്രത്തിന് നജസായി, ആ വസ്ത്രത്തിന് നജസായത് എന്ത് ചെയ്തു? 2 കുടത്തിനേക്കാളും താഴെ, അതായത് 200 ലിറ്റർ വെള്ളത്തിനേക്കാളും താഴെയുള്ള വെള്ളത്തിൽ അത് ഇട്ട് നിൽക്കുക. എന്നാലോ അത് ആ വെള്ളം മുഴുവൻ നജസാകും. അപ്പൊ എന്ത് ചെയ്യണം? 2 കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം
പിന്നെ ആ നജസായ ഭാഗത്തിന്റെ മേലെ അങ്ങോട്ട് ചൊരിക്കുക. അതല്ല, ആ നജസായ ഭാഗം ആ വെള്ളത്തിലേക്ക് ഇടരുത്. അങ്ങോട്ട് ചൊരിക്കുക, വെള്ളം ചൊരിക്കുക. വെള്ളം ചൊരിച്ചിട്ട് ശരിക്കാൻ കഴുകുക തന്നെ. ആ നജസായ ഭാഗം ശരിക്കാൻ കഴുകുക. എന്നിട്ട് നജസിന്റെ നിറമോ മണമോ രുചിയോ ഇല്ല. നജസിന്റെ നിറം ഉണ്ടല്ലോ, അത് പോയിട്ടുണ്ട്. നജസിന്റെ മണമുണ്ട്, അതും പോയിട്ടുണ്ട്. നജസിന്റെ രുചി ഉണ്ട്, അതും പോയിട്ടുണ്ട്. അപ്പോൾ അത് ശുദ്ധിയായി എന്നതിന്റെ അർത്ഥം. ഇനി രുചി ഉണ്ടോ എന്ന് നാഗം വെച്ച് നോക്കണം. അത് വേണ്ടെന്നാ, അതൊന്നും വേണ്ട. അതൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ധാരണ മതി. അപ്പൊ നജസിന്റെ മണവും രുചിയും പിന്നെ നിറവും പോകുന്ന രീതിയിൽ പിന്നെ അത് കഴുകി കഴിഞ്ഞ് നോക്കുമ്പോ അതിന് നജസിന്റെ രുചിയും ഇല്ല, മണവും ഇല്ല, പിന്നെ നിറമൊന്നുമില്ല. എന്നാ ആ ഭാഗം ശുദ്ധിയായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്ത് നിറം എത്ര ശ്രദ്ധിച്ചിട്ടൊന്നും പോണില്ല, നിറം പോണില്ല നിൽക്കുക. അതേസമയത്ത് രുചിയും മണമൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ശുദ്ധിയായിട്ടുണ്ട്. കുറെ കഴുകി നോക്കുമ്പോ എന്തിന് വാസനയൊക്കെ പോയിട്ടുണ്ട്, രുചിയും പോയിട്ടുണ്ടാവും. അതേസമയത്ത് നിറം പോയിട്ട് മുഴുവൻ പോണില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, എന്നാൽ അത് ശുദ്ധിയായിട്ടുണ്ട് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ചുരുങ്ങിയ ഒരു രൂപത്തിൽ മനസ്സിലായല്ലോ അല്ലേ? നമ്മ റൂം കളർ ആയത് കാരണം പോയത് കാരണം 150 ആളുകൾക്ക് ഇതിൽ കിടക്കാൻ പറ്റുള്ളൂ. 150, 151, 152 വരെ പോകുന്നു തോന്നുന്നു ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ റൂമുണ്ട്. അതിലേക്ക് കുറച്ച് ആളുകൾ പോയാൽ ഇതിലേക്ക് കുറച്ചും കൂടി ഇതിൽ പുതുതായി വരുന്നവർക്കൊക്കെ പിന്നെ ഇത് കിടക്കാൻ സാധിക്കും തോന്നുന്നുണ്ട്. പക്ഷേ അത്രയും വേഗം കളർ ശരിയാകും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പിന്നെ മഗ്രിബ് നിസ്കാരത്തിന്റെ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് ബസ്സിൽ കയറിയ ഒരാൾ അവന്റെ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇശാ സമയമാവും. പക്ഷേ ഒരു മർഹല ദൂരവും ഇല്ല എങ്കിൽ അയാൾക്ക് മുന്തിച്ചോ പിന്തിച്ചോ ജംആക്കാൻ പറ്റുമോ? അതുപോലെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സാഹചര്യം ഇല്ല എങ്കിലും ജംഅ ആക്കാൻ പറ്റുമോ? ദുആയിൽ ഉൾപ്പെടുത്തുക. മഗ്രിബിന്റെ മുമ്പായിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരാൾ ബസ്സിൽ കയറി. മഗ്രിബിന് മുമ്പായിട്ട് ഒരാൾ ബസ്സിൽ കയറി. അവന്റെ ലക്ഷ്യസ്ഥാനത്ത് ആ ബസ്സിൽ അവൻ ഇറങ്ങേണ്ടുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും മഗ്രിബ് ഖളാ ആകും. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അവൻ ബസ്സിൽ കയറരുത്. അപ്പൊ ബസ്സിൽ കയറരുത്, കുറച്ചും കൂടി നേരം എന്ത് ചെയ്യുക, കാത്തു നിൽക്കുക. എന്നിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷം ബസ്സിൽ കയറുക. എന്നാൽ സുഖമാണല്ലേ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ സുബഹിന്റെ മുമ്പായിട്ട് സംസ്കരിച്ചാൽ മതിയല്ലോ. മഗ്രിബ് അതന്നെ അതിന്റെ രണ്ടാം റൂമിന്റെ പേര് തന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നാണ് അതിന്റെ പേര്. അപ്പൊ മഗ്രിബിന്റെ മുമ്പ് ഒരാൾ ബസ്സിൽ കയറി. ആ ബസ്സിൽ നിന്ന് അയാളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇശാ ബാങ്ക് കൊടുക്കും. അങ്ങനെ മഗ്രിബ് അവനെ ഖളാ ആകും എന്ന് അവന് പിന്നെ ആ ധാരണ ഉണ്ട് എങ്കിൽ അവൻ അപ്പോൾ ബസ്സിൽ കയറരുത്. പിന്നെ എന്ത് ചെയ്യണം? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ബസ്സിൽ കയറുക. അതാണ് വേണ്ടത്. ഇനി ചില സമയത്ത് അതിന് പറ്റൂല അല്ലേ? ചില സമയത്ത് അതിന് പറ്റൂല. എങ്ങനെ പറ്റൂല? ചില സമയത്ത് ഒരു ദൂര വഴിക്കാണ്, ഒരു ദൂരസ്ഥലമാണ്. അവിടുന്ന് ബസ് ഇപ്പൊ ഈ ഒരു ബസ് തന്നെ ഉള്ളൂ. മഗ്രിബിന് മുമ്പ് പുറപ്പെടുന്ന ഒരു ബസ് ഉണ്ട്, ആ ഒരു ബസ് തന്നെ ഉള്ളൂ. പിന്നെ ബസ് ഇല്ല. പിന്നെ ഈ ബസ്സിൽ കയറിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടാവും. അങ്ങനൊക്കെ ഉണ്ടാവില്ല ചിലപ്പോ അല്ലേ? അങ്ങനൊക്കെ ഉള്ള എന്നാലാണ് ഈ ബസ്സിൽ കയറിയിട്ട് അവന്റെ ലക്ഷ്യസ്ഥാനത്ത് പോയി ഇറങ്ങുമ്പോഴേക്കാണെങ്കിലോ ഇശാ ആവും ചെയ്യും. സംഗതി 132 കിലോമീറ്റർ ദൂരം ഇല്ലേനു. 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ജംഅ ഖസ്റൊക്കെ ആക്കാലോ. അവന്റെ നാട്ടിലേക്ക് 132 കിലോമീറ്റർ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് അവൻ യാത്ര ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഷാഫി മദ്ഹബിൽ തന്നെ 132 താഴെയുള്ള ഖസീറായ സഫർ, 2 മർഹലക്ക് താഴെയുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും ഖസ്റും ജംഅൊക്കെ ആക്കാം എന്ന അഭിപ്രായം ഉണ്ട് നമ്മുടെ മദ്ഹബിൽ തന്നെ. പ്രബലമല്ലാത്ത അഭിപ്രായമാണ് എങ്കിലും അപ്പൊ ആ അഭിപ്രായം സ്വീകരിക്കുകയും അങ്ങനെ ജംഅക്കുകയും ചെയ്യുക. അതാ വെറുതെ എന്ത് ചെയ്യരുത്, എന്റെ നിസ്കാരം ഖളാ ആയിക്കുന്നു വിചാരിച്ചിട്ട് ആ ധാരണയോട് കൂടി വെറുതെ ഖളാ ആക്കരുത്, പാടില്ല. അപ്പോ വളരെ നിർബന്ധമായ സാഹചര്യമാണ് ഉള്ളത്. 2 മർഹല ദൂരം ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഷാഫി മദ്ഹബിൽ തന്നെ മറ്റൊരു അഭിപ്രായം ഉണ്ടല്ലോ. 2 മർഹല ദൂരം ഇല്ലാത്ത യാത്രയാണെങ്കിലും ചുരുങ്ങിയ ദൂരമുള്ള യാത്രയാണെങ്കിലും അവിടെ ജംഅക്കാൻ പറ്റും
എന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായമാണ് ഇപ്പോൾ ഞാൻ സ്വീകരിക്കുന്നത് എന്നവൻ മനസ്സിൽ കരുതുക. അങ്ങനെ എന്ത് ചെയ്യുക? ജംആക്കുക. എന്നിട്ട് മഗ്‌രിബ് ഇശായും കൂടി ഇശാന്റെ സമയത്ത് അവന്റെ മഹലിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ജംആക്കുക. അവന്റെ മഹലിലേക്ക് എത്തുകയാണെങ്കിൽ പറ്റൂല. അവൻ താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ മഹല്, അവർക്ക് എത്തുകയാണെങ്കിൽ പറ്റൂല, ജംഉം കസ്റാക്കാൻ പറ്റൂല. അപ്പൊ യാത്രക്കാരനല്ലല്ലോ. അപ്പൊ അതിന് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ജംആക്കുക. അതാണ് പറയുന്ന മാർഗം. പിന്നെ സ്ത്രീകൾക്ക് എന്താ, സ്ത്രീകൾക്ക് ചില പറഞ്ഞ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിച്ചൂടെ? സ്ത്രീകൾക്കും ഈ വിഷയമുണ്ട്. ഈ വിഷയം എങ്ങനെ? 2 മറഹല ദൂരമുള്ള സ്ഥലമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ജംആക്കാം, കസ്റാക്കാം. ഇനി 2 മറഹല ഇല്ല നിൽക്കുക, 132 കിലോമീറ്റർ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് നിസ്കരിക്കാൻ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷാഫി മദ്ഹബിലെ 2ാമത്തെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ജംആക്കാവുന്നതാണ്. 2ാമത്തെ അഭിപ്രായം ഉണ്ടല്ലോ, ഏത് 132 താഴെയാണെങ്കിൽ ജംആക്കാനുള്ള അഭിപ്രായം, ആ അഭിപ്രായം അവർക്കും സ്വീകരിക്കാവുന്നതാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉസ്താദെ, ഒരാൾ ജോലി ചെയ്യുന്ന ഗൾഫിലെ കമ്പനിയിൽ ക്യാൻസൽ ചെയ്ത് തരാൻ അപേക്ഷിച്ചാൽ അവർ ക്യാൻസൽ ചെയ്ത് തരാതെ പല തരത്തിൽ ഉപദ്രവിക്കും. അങ്ങനെ പറയാതെ നാട്ടിലേക്ക് പോവുകയും തിരിച്ചു വരാതിരിക്കുകയും ചെയ്താൽ കരാർ ലംഘനം എന്ന കുറ്റം കിട്ടുമോ? ഇരുലോക വിജയത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ രണ്ട് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും വിജയം പ്രദാനം ചെയ്യട്ടെ. ഒരു കമ്പനിയും ഇയാളും കൂടി ഒരു കരാറുണ്ടാവും. ആ കമ്പനി ഇയാളും കൂടി ഒരു കരാറുണ്ടാവും. രേഖാമൂലം തന്നെയുള്ള ഒരു കരാറുണ്ടാവും. എന്താണ് ആ കരാറ്? പിന്നെ അങ്ങനെ രേഖാമൂലം തന്നെയുള്ള കരാറുണ്ടാവുമല്ലോ. നീ ഈ കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്ത് എത്ര ശമ്പളം തരും, ഇന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും, ഇത്ര കാലം പിന്നെ ജോലി ചെയ്താൽ ടിക്കറ്റ് തരും, പിന്നെ നിനക്ക് ആവശ്യമില്ല ആവശ്യപ്പെടുകയാണെങ്കിൽ നിനക്ക് പിന്നെ നിന്നെ ക്യാൻസൽ ആക്കി തരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കരാറുണ്ട്. ആ കരാറ് പിന്നെ ഒരാൾ ആ കമ്പനി ലംഘിച്ചു നിൽക്കുക. ആ കരാർ ആ കമ്പനി ലംഘിച്ചു. അങ്ങനെ ആ കമ്പനിയോട് ആവശ്യപ്പെട്ടു, ഏത് നിങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അവരെ ഒഴിവാക്കി തരണില്ല. ആ കമ്പനി ഇയാളും കൂടെ കരാറിലാണെങ്കിലും അങ്ങനെ ഒഴിവാക്കി തരാമെന്നൊക്കെയുള്ള കരാറുണ്ടേനും. എന്നിട്ട് ആ കരാർ അവർ പാലിക്കുന്നില്ല എങ്കിൽ ഇയാൾ അങ്ങനെ നാട്ടിൽ പോയി നിൽക്കുക. അതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ല. കാരണം കരാർ ലംഘിച്ചത് നിങ്ങളല്ല, ആ കമ്പനിയാണ് കരാർ ലംഘിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനല്ല. വീട്ടിൽ നിസ്കരിച്ചാൽ ഭാര്യക്കും ജമാഅത്തിന്റെ കൂലി കിട്ടും. അപ്പോൾ ആണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതാണോ ഉത്തമം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആണുങ്ങൾക്ക് പള്ളിയിൽ പോയാൽ തന്നെയാണ് ഉത്തമം എന്നാണ്. പുരുഷന്മാർക്ക് ഭാര്യയ്ക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി പള്ളിയിൽ പോവാതിരിക്കുക, പുരുഷൻ പള്ളിയിൽ പോവാതിരിക്കുക, അത് ജമാഅത്തിന്റെ എഴുതൽപ്പെട്ടതല്ല. ജമാഅത്തിന്റെ എഴുതൽപ്പെട്ടത് പുരുഷന്മാർക്ക് ജമാഅത്തിന്റെ എഴുതലിലെ പല കാരണങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട കാരണമല്ല. ഇവൻ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ജമാഅത്ത് നഷ്ടപ്പെടും. അത് ജമാഅത്തിന്റെ എഴുതൽപ്പെട്ടതല്ല. പിന്നെ ഭാര്യക്ക് അപ്പൊ അത് കാരണം പുരുഷൻ പിന്നെ നീ ഒരാൾ പള്ളിയിൽ പോവാതെ ഭാര്യയും പിന്നെ പുരുഷനും കൂടി എന്തത് വീട്ടിൽ വെച്ച് ജമാഅത്ത് നിസ്കരിച്ചു എന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും. പക്ഷെ അത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ ആ പ്രതിഫലം അതിന് പുരുഷന് ലഭിക്കുകയില്ല. അത് ജമാഅത്ത് പിന്നെ നഷ്ടപ്പെടുത്താനുള്ള എതിരായിട്ട് അത് പരിഗണിക്കപ്പെടുകയും ഇല്ല. ഇനി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ അവിടെ? അല്ലെ, ഒരു പുരുഷൻ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ പള്ളിയിൽ പോവുക, അയാൾ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുക. എന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഭാര്യയും ആണും കൂടി ഒന്നുകൂടെ നിസ്കരിക്കുക. എന്നാൽ എന്തായി, ഭാര്യയ്ക്ക് ജമാഅത്ത് കിട്ടി. പിന്നെ ഒരു ഫർള് നിസ്കാരം ആയിക്കൊണ്ട് ജമാഅത്തായിക്കൊണ്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ആ സുന്നത്തിന്റെ കൂലി ആൾക്ക് കിട്ടും. ഏത് ഫർള് നിസ്കാരവും ഒരു പ്രാവശ്യം ആയിക്കൊണ്ട് ജമാഅത്തോടു കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്നാണ്. അത് ആദ്യം നിസ്കരിച്ചത് ഒറ്റക്കാരും വേണ്ടില്ല, ജമാഅത്തായിട്ട് ആരും വേണ്ടില്ല. രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് എന്താവണം? ജമാഅത്തായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ആയിട്ടും ആയിരിക്കണം. അപ്പൊ ഭർത്താവ് വേഗം പള്ളിയിൽ പോവുക, ജമാഅത്ത് കഴിഞ്ഞിട്ട് വേഗം പെരേക്ക് തിരിച്ചു വരിക, എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒന്നുകൂടെ നിസ്കരിക്കുക. എന്നാൽ ഭാര്യയ്ക്ക് ജമാഅത്തുമായി ഇയാൾക്ക് മടക്കി നിസ്കരിച്ച കൂലിയും കിട്ടി. വളമല്ല. ഉസ്താദ്, ദിക്ർ സ്വലാത്ത് കിതാബ് തൊടാൻ വുളു വേണമോ? അതിൽ ഖുർആനിലെ സൂറത്തുണ്ട്. അതിന് തൊടാൻ വുളു വേണ്ട.
ഈ ഏടുകളൊക്കെ ഉണ്ടല്ലോ ദിക്റും സലാത്തും മറ്റൊക്കെ, അതിലൊക്കെ അത് തൊടാനൊന്നും ഒളു വേണ്ട. അതിൽ ഖുർആൻ ഉണ്ട് എങ്കിലും ശരി, ഖുർആനേക്കാളും കൂടുതൽ അക്ഷരങ്ങൾ, ഖുർആൻ അല്ലാത്തതിന്റെ അക്ഷരങ്ങൾ ഉണ്ടാവും അതിൽ. അതുകൊണ്ട് അത് തൊടാൻ ഒളു വേണ്ട. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താണ്? റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ? ഇന്നത്തെ ഖുത്ബയിൽ 27ന്റെ നോമ്പ് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഖത്തറിൽ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇവിടുത്തെ ഖുത്ബയിലൊന്നും അങ്ങനെ ഒന്നല്ല, അത് വേറെ വിഷയമാണ്. റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, റജബ് മാസം യുദ്ധം ഹറാമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. യുദ്ധം മാസങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളാണ് യുദ്ധം ഹറാമായ മാസങ്ങൾ. റമളാൻ മാസത്തിന് ശ്രേഷ്ഠത ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഹറാമായ മാസമുണ്ട് റജബ്, പിന്നെ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നെ റജബ്. അപ്പൊ യുദ്ധം ഹറാമായ മാസത്തിൽപ്പെട്ട മാസമാണ് റജബ്. അപ്പൊ ഇതിന് ആ മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാലോ. പിന്നെ അതിൽ ധാരാളം നോമ്പ് നോൽക്കുക, അത് പ്രധാനപ്പെട്ട സുന്നത്താണെന്ന്. റജബ് മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കുക. ഹദീസിലുണ്ട്, സമിഅ്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം. റജബ് മാസത്തിലെ വനഹ്നു യൗമൈദിൻ ഫീ റജബ്. അതെ. സഅൽതു സഈദ് ഇബ്നു ജുബൈർ അൻ സൗമി റജബ്. സഈദ് ഇബ്നു ജുബൈറിനോട് ചോദിച്ചു ഞാൻ റജബ് മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ചു. നഹ്നു യൗമൈദിൻ ഫീ റജബ്, അന്ന് ഞങ്ങൾ ഈ റജബിലാണ് ഞങ്ങൾ. ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത്, റസൂലുള്ളാഹി റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നു. എത്ര? ഇനി റസൂൽ മുറിക്കലുണ്ടാവൂല, അത്രയും നോമ്പ് നോൽക്കുന്നു. കാരണം ഇന്നും നോമ്പ്, നാളെ നോമ്പ്, മറ്റന്നാൾ നോമ്പ്, നാളെ നോമ്പ്, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ധരിക്കും എന്ത്, ഇനി റസൂലുള്ളാഹി പിന്നെ ഈ മാസം മുഴുവൻ നോമ്പ് നോൽക്കുമായിരിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നവരേക്കും റസൂൽ നോമ്പ് നോൽക്കും. ചിലപ്പോൾ റസൂലുള്ളാഹി യുഫ്തിറു, റസൂലുള്ളാഹി നോമ്പ് നോൽക്കാത്ത ദിവസം ഉണ്ടാവും. ഹത്താ നഖൂല, നാളെ നോമ്പ് നോൽക്കൂല, മറ്റന്നാൾ നോൽക്കൂല, അങ്ങനെ കുറെ ദിവസം നോമ്പ് നോൽക്കൂല. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കും ഇനി റസൂലുള്ളാഹി ഈ മാസം നോമ്പ് നോൽക്കൽ ഉണ്ടാവൂലായിരിക്കും എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ധാരാളം നോമ്പ് നോറ്റിരുന്നു റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് എന്നർത്ഥം. അപ്പൊ ഏതായാലും ശരി, റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പ് റജബ് മാസത്തിൽ നോറ്റിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റൊന്ന് യുദ്ധം ഹറാമായ മാസവുമാണ്. റജബ് 27 അത് മെഹറാജിന്റെ രാത്രിയാണ്, അല്ലെ? മെഹറാജിന്റെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27 രാത്രിയിലാണ് മെഹറാജ് നടത്തിയത്. റസൂലുള്ളാഹിന്റെ മെഹറാജ് ഉണ്ടായത് റജബ് 27 രാത്രിയിലാണ്. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പായിരുന്നു. പിറ്റേ ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉലമാ പറഞ്ഞു, റജബ് 27 ആ രാത്രി കഴിഞ്ഞതിന്റെ ദിവസമുള്ള പിറ്റേ ദിവസം പകലുണ്ടല്ലോ, ആ പകല് നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ചിലവര് പറഞ്ഞത് ആ റസൂലുള്ളാഹി പിറ്റേ ദിവസം നോമ്പുകാരനായിരുന്നു, ശരി തന്നെയാണ്. അത് തിങ്കളാഴ്ച ദിവസമായിരുന്നു. അത് സാധാരണ തിങ്കളാഴ്ച റസൂലുള്ളാഹി നോൽക്കാറുണ്ട്, ആ നിലക്കുള്ള നോമ്പാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഏതായാലും ശരി, ഇത് നല്ല ന്യായം തന്നെയാണല്ലേ. റജബിന്റെ 27 പിറ്റേ ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതാണ് ഒരു വിഷയം. ചർച്ചയിൽ പങ്കെടുക്കാൻ ഇപ്പോഴല്ല, രാത്രി വരും ഇൻഷാ അല്ലാഹ്. രാത്രി ഇവിടെ സംസ്കാരം കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇവിടെ ചർച്ചയാണ്. ഏത് വിഭാഗക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ചർച്ചയാണ്. وقال النبي رحمه الله ولم يثبت في صوم رجب نهي ولا ندب بعينه. റജബ് നോമ്പ് നോൽക്കുന്നതിൽ, റജബിൽ നോമ്പ് നോൽക്കുന്ന വിഷയത്തിൽ ഒരു നെഹിയും ഒരു വിരോധനവും സുബൂത്തായിട്ടില്ല. സുന്നത്തും പിന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നതിൽ വിരോധനവും വന്നിട്ടില്ല. അത് സുന്നത്താണ് എന്നറിയിക്കുന്ന വിഷയവും വന്നിട്ടില്ല. പക്ഷേ വലാകിൻ അസ്ലു സൗമി മന്ദൂബുൻ ഇലൈ, പക്ഷെ മൊത്തത്തിൽ നോമ്പ് നോൽക്കൽ എന്താണ്? സുന്നത്താണ്. മൊത്തത്തിൽ നോമ്പ് നോൽക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ ഞാൻ റജബില് പിന്നെ റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്ന വിഷയത്തില്
വിരോധനവും വന്നിട്ടില്ല, അത് സുന്നത്താണ്, അത് ആ മാസത്തിൽ പ്രത്യേകം സുന്നത്താണ് എന്ന വിഷയം വന്നിട്ടില്ല. എങ്കിലും ശരി, മൊത്തത്തിൽ നോമ്പ് നോൽക്കുക സുന്നത്താണല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നു. ഫീ സുനനി അബൂ ദാവൂദ് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ പൊട്ടനില്ലേ, ഇങ്ങനെ കുറെ ഉണ്ട് അങ്ങനെ വായിക്കാൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റജബ് മാസം ആദ്യമായി അറിയിക്കുന്ന ആൾക്ക് അത് നമുക്ക് വെറുതെ ഇല്ലാത്ത ഹദീസുകാരൊക്കെ പോലെ വഹാബികൾ പറഞ്ഞു വരുത്തുകയാണല്ലേ. ഈ മുജാഹിദീങ്ങൾ ഇല്ലാത്തവരെ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുക. എന്നിട്ട് അതൊക്കെ പിന്നെ അതിൽപ്പെട്ട ഒരു ഹദീസാണല്ലേ. റജബ് മാസം ആദ്യമായിട്ട് ഒരാൾ അറിയിക്കുന്ന ആൾക്ക് പിന്നെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുക, എന്റെ പച്ചക്കള്ളം ആയ ഹദീസുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങനെ പ്രചരിപ്പിക്കുക. അതിൽപ്പെട്ടൊരു ഹദീസാണ് ഇപ്പൊ അതൊക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഒരാൾ സംസം വെള്ളം നൽകിയാൽ സംസം വെള്ളത്തിന്റെ എല്ലാ പ്രത്യേകതകളും അതിന് ഉണ്ടോ എന്ന് പരീക്ഷിച്ച ശേഷമാണോ കഴിക്കേണ്ടത്? അതിന് സംസം വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? സംസം വെള്ളത്തിന്റെ പ്രത്യേകത ഏതാണെന്ന് ആദ്യം നോക്കണ്ടേ. അങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ സംസം വെള്ളത്തിന്? അല്ലേ? ഓരോ വിഷയം വേർതിരിച്ചറിയാനുള്ള ഓരോ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസം വെള്ളം വേർതിരിച്ചറിയാനുള്ള മാർഗം ഇന്നതാകുന്നു എന്നവരുണ്ടാ ഉണ്ടെങ്കിലേ പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഇല്ല. സംസം വെള്ളത്തിന്റെ പ്രത്യേകത അത് വേർതിരിച്ചറിയാനുള്ള പ്രത്യേകമായ മാർഗങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് ഒരാളെന്ത് ചെയ്യാണ്, ഹജ്ജിന് പോയി വരുന്ന ആൾക്കാർ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. സാധാരണ സംസം വെള്ളം തന്നെ കൊണ്ടുവരാറ്. അത് ഒരാൾ തന്നു നിൽക്കുക, അത് വാങ്ങാവുന്നതാണ്, കുടിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ബർക്കത്തൊക്കെ ലഭിക്കുകയും ചെയ്യും. ഹദീസിൽ പറയപ്പെട്ട ഒരു പ്രത്യേകതയും ആ വെള്ളത്തിന് കണ്ടിട്ടില്ല. അതിന് ഹദീസിൽ എന്താണ് ആ വെള്ളത്തിന്റെ പ്രത്യേകത പറഞ്ഞത്? അതിന് സംസം വെള്ളത്തിന്റെ പ്രത്യേകതയായിട്ട് ഹദീസിൽ എന്താ പറഞ്ഞത്? അത് നോക്കണ്ടേ. ആ ചോദ്യകർത്താവ് ഉണ്ടെങ്കിലും അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് ഹദീസിൽ സംസം വെള്ളത്തിന്റെ പ്രത്യേകത ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ സംസം വെള്ളം അത് ചൂടാക്കിയാൽ ചൂടാവൂല ഞാൻ പറയില്ലട്ടാ. അങ്ങനെ ഹദീസിൽ ഉണ്ട് നിൽക്കുക, ഇന്നലെ പരിശോധിക്കാവുന്നതാണ്. അല്ലേ? അങ്ങനെ ഹദീസിൽ ഇല്ല. അപ്പൊ സംസം വെള്ളത്തിന് മറ്റുള്ള വെള്ളത്തിൽ നിന്ന് സംസം വെള്ളത്തെ വേർതിരിച്ചറിയാനുള്ള പ്രത്യേക മാർഗങ്ങൾ ഹദീസിലൊന്നും വിവരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാനും പറ്റൂല. അപ്പൊ പിന്നെ അയാൾക്ക് ആ വെള്ളം സംസം വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? മറ്റൊരു ഖുതുബിയത്തിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഒരു PM അയച്ചിരുന്നു. ഉസ്താദ് കണ്ടിരുന്നോ? ഇന്ന് ഉസ്താദിന്റെ ക്ലാസ് ഇല്ലേ? എന്താണ് ഇന്നത്തെ PM? അതിലുണ്ട് ഖുതുബിയത്ത് ചെല്ലല് ഇബാദത്താണോ? തീർച്ചയായും ഇബാദത്ത് തന്നെയാണ്. ഖുതുബിയത്തിൽ എന്താണുള്ളത്? ഇബാദത്ത് അല്ലാത്ത എന്താണുള്ളത് ഖുതുബിയത്തിലെ? ഖുതുബിയത്തിലുള്ളത് തൗഹീദിന്റെ കട്ടുകട്ടിയായ, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളൊക്കെ വിവരിക്കുന്ന, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിൽ അതൊക്കെ വിവരിക്കുന്ന, അള്ളാഹുവിൽ മനുഷ്യൻ ലയിച്ചു ചേരേണ്ടുന്നതിന്റെ ആവശ്യകത വിവരിക്കുന്ന ചില ബെയ്ത്തുകളൊക്കെ ഉണ്ട്. ആ ബെയ്ത്തുകളൊക്കെ ചെല്ലും. പിന്നെന്താണത്? പിന്നെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കുറെ മദ്ഹിഹുകൾക്ക്, സാലിഹ്യങ്ങളുടെ മദ്ഹിബറൊക്കെ ഇബാദത്താണ്. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇബാദത്താണ്. ഖുതുബിയത്ത് ചെല്ലൽ അതൊരു ഇബാദത്ത് തന്നെയാണ്. അപ്പൊ ഉസ്താദെ, എന്റെ നാട്ടിലൊക്കെ സമസ്തയുടെ കീഴിൽ വഅള്, വനിതാ ക്ലാസ് ഒക്കെ നടത്തുമ്പോൾ സ്ത്രീകളെ ഒരു മറയുടെ പിന്നിലാണ് നിർത്താറുള്ളത്. ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടോ? ഇയാളിപ്പോ ഈ ചോദ്യം കുറെ കാലങ്ങൾ ഇങ്ങനെ ചോദിക്കില്ലേ, അപ്പൊ എന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കാണലില്ലാവോ? എപ്പോഴും മറുപടി ഇടക്കൊക്കെ ഇത് വരും, നമ്മൾ മറുപടി പറയും, 30 കേൾക്കൂല. അതുകൊണ്ട് അപ്പൊ ഏതായാലും ശരി, പിന്നെ മറയുടെ അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് അത് തന്നെയാണല്ലോ, അല്ലെ? സ്ത്രീകൾ വേറെ ഭാഗത്തിരിക്കുക, പുരുഷന്മാർ വേറെ ഭാഗത്തിരിക്കുക
എന്നിട്ട് സ്ത്രീകളെ പുരുഷന്മാരെ സ്ത്രീകളൊന്നും കാണാത്ത രീതിയിൽ മറന്റെ അത് പിന്നെ മറ ഉണ്ടായിരിക്കുക. അതാണ് ആ രീതിയിലാണ് നടത്താറുള്ളത്. അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് സമസ്തന്റെ പരിപാടിയിലൊക്കെ ഞാൻ ഏറ്റവും നല്ല പരിപാടിയാണ് സമസ്തന്റെ പല പരിപാടികളും ചെയ്യുന്നത്. അതുകൊണ്ടാണത്. അതൊക്കെ ഉണ്ടാകുമ്പോഴേ സ്ത്രീകൾ വേറെ ഭാഗത്തിരിക്കുക, പുരുഷന്മാർ വേറെ ഭാഗത്തിരിക്കുക, സ്ത്രീകളെ പുരുഷന്മാരെ സ്ത്രീകളും പരസ്പരം കാണാത്ത രീതിയിൽ, കൂടിക്കലരാത്ത രീതിയിൽ ഇരിക്കുക. അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവർ മുഖവും മുങ്കയും ഒഴികെ ഉള്ള ഭാഗം അവർ മുഖവും മുങ്കയും ഒഴികെ ഉള്ള ഭാഗം മറച്ചവരാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുടെ മുമ്പിലുള്ള സദസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് ദീനിൽ എതിരാവുമോ? ഇല്ല, എതിരൊന്നുമില്ല. മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് മുഖവും മുങ്കയും ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കുന്നു. പുരുഷന് സ്ത്രീനെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. ഒരു സ്ത്രീ അവരുടെ മുഖവും മുങ്കയും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും മറച്ചാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പുരുഷന്മാർക്ക് അവിടെ മുഖത്തേക്കും മുങ്കയുമേക്ക് നോക്കാന്നല്ല. സ്ത്രീക്ക് അത്രേ നിർബന്ധമുള്ളൂന്ന്, സ്ത്രീയുടെ മേൽ അത്രേ നിർബന്ധമുള്ളൂന്ന് വായിച്ചിട്ട് വേറുള്ളവർക്ക് അങ്ങോട്ട് നോക്കാം എന്നല്ല ഇതിന്റെ അർത്ഥം. പുരുഷൻ മുട്ടുപുക്കന്റെ ഇടയിൽ സ്ഥലം മറച്ചാലും മതി. എന്താ പുരുഷൻ മുട്ടുപുക്കന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി എന്ന് പറഞ്ഞാല് മുട്ടിന്റെയും പുക്കന്റെയും ഇടയിലുള്ള സ്ഥലം മറച്ച് ഒരു പുരുഷൻ നടക്കുകയാണെങ്കിൽ ഔറത്ത് മറച്ചവനായി പരിഗണിക്കപ്പെടും. അവൻ കുറ്റക്കാരനല്ല. അതിന്റെ അർത്ഥം അവന്റെ നല്ല വീതിയുള്ള നെഞ്ചുണ്ടല്ലോ, ആ വീതിയുള്ള നെഞ്ചിന്റെ ഭാഗത്തേക്കൊക്കെ പിന്നെ ഈ സ്ത്രീക്ക് ഇങ്ങനെ നോക്കി ആസ്വദിക്കാനാ? അല്ല, അത് വേറെ. അത് അവൾ നോക്കാൻ പാടില്ല. അവൾ നോക്കിയാൽ അവൾ കുറ്റക്കാരിയാണ്. അതെ, റൂം പൂട്ടണ ഇപ്പൊ ക്ലോസ് ചെയ്യണ? ക്ലോസ് ചെയ്യാനാണ്? ഇൻഷാ അല്ലാഹ് ഇപ്പൊ ക്ലോസ് ചെയ്യാം. അപ്പോ സ്ത്രീ മുഖവും മുങ്കയും അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട ഫുഖഹാഇന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നിസ്കാരത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുങ്കയും ഒഴിച്ചുള്ള സ്ഥലമൊക്കെ മറക്കണം, നിർബന്ധമാണ്. മുഖവും മുങ്കയും പിന്നെ മറക്കൽ നിർബന്ധമില്ല. നിസ്കാരം കഴിഞ്ഞാലോ നിസ്കാരത്തിന് പുറത്തോ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് അവൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ എന്നാലും ശരി, അവൾ മുഖവും മുങ്കയും അടക്കം മറക്കലാണ് ഏറ്റവും നല്ലത്. മുഖവും മുങ്കയും അടക്കം എല്ലാം മറക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ മുഖവും മുങ്കയും ഒഴിച്ചു ബാക്കിയുള്ള സ്ഥലമൊക്കെ മറച്ചാലും അവൾ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉലമാക്കളുണ്ട്. അതല്ല, അവൾ മുഖവും മുങ്കയും അടക്കം മറക്കാൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം മുഖവും മുങ്കയും ഒഴിച്ചു ബാക്കി ഭാഗം മറച്ചാലും അവൾ ഔറത്ത് മറച്ചവളായി പരിഗണിക്കപ്പെടും. അങ്ങനെ അവൾ പുറത്തിറങ്ങി പോകാൻ അവൾ കുറ്റക്കാരിയല്ല എന്നാണ്. അതിന്റെ അർത്ഥം വേറുള്ള ആളുകൾക്ക് അവളെ നോക്കാൻ പാടുണ്ട് എന്നല്ല. വേറെ പുരുഷന്മാർ അവളെ നോക്കുകയാണെങ്കിൽ അവരാണ് കുറ്റക്കാര്, അവളല്ല എന്നർത്ഥം. കാരണം എന്താണ്? അവളോട് കൽപ്പിക്കപ്പെട്ട ഭാഗങ്ങളൊക്കെ അവൾ മറച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ കുറെ ഉണ്ട്, കുറെ PM ഉണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്